ഞാനീ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല. അതെ, നമ്മൾ റീസെൻ്റ്ലി ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള സംഭവമാണല്ലോ, ഓൾഡ് മങ്ക് നിരോധിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ ഓൾഡ് മങ്കിനെ കുറിച്ച് കുറച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ഏകദേശം ഒരു 10-15 വർഷം മുന്നേ ബാംഗ്ലൂർ വന്ന ഒരാളാണ്. അന്ന് മുതൽ എന്താ പറയുക, പലപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ ഓൾഡ് മങ്ക്. ഇത് എത്ര പേർക്ക് ബാംഗ്ലൂരിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ ലൈഫിൽ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന സമയങ്ങളുണ്ടാവില്ലേ, ഭയങ്കര പ്രാന്ത് എടുത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഒരു വീക്കെൻഡ് ഇങ്ങനെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ബാംഗ്ലൂരിലെ എല്ലാ ആൾക്കാരും ചെയ്യുന്നൊരു ഇപ്പോൾ അത് ആ ഒരു ബാറ് കുറവാണ്. ബഗിനി എന്ന് പറഞ്ഞൊരു ബാറുണ്ട്. ആ ബാറിൻ്റെ മുകളിൽ ടോപ്പ് ഫ്ലോറിൽ ഒരു 2 പേർ ഗോൾഡ് മങ്കും ഒരു ചെറിയൊരു പെപ്സിയും ഒരു കബാബും മേടിച്ച് അതിൻ്റെ റൂഫ് ടോപ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കും. എന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവസാനം ഒരു 4ാമത്തെ ബഗ് മേടിച്ച് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഇറങ്ങി വരുന്നൊരിതിൽ ആ സാധനമാണ് മിസ്റ്റർ നിതിൻ ഗഡ്കരി നിങ്ങൾ ബാൻ ചെയ്യാൻ പോകുന്നത്. എത്ര പേർക്ക് ആശ്വാസമായിട്ടുള്ള സംഭവം എന്ന് പറയുമോ? ഇത്രയും അഫോർഡബിളും എന്താ പറയുക, ഒരു ചീപ്പുമായിട്ടുള്ളൊരു മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പറയുന്ന പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇത് ഞങ്ങൾ ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരു വികാരമാണ് ശരിക്കും കൊണ്ടുവന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ പെട്രോളിൽ എത്തനോൾ കലർത്തേ മണ്ണെണ്ണ കലർത്തേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. നിങ്ങൾ കാശുണ്ടാക്കി നിങ്ങളുടെ മോൻ്റെ കാശുണ്ടാക്കി എന്തൊക്കെ ചെയ്യും. പക്ഷെ ഇതൊന്നും നിങ്ങളിപ്പോൾ ഒന്ന് പരിശോധിക്കണം. കാരണം അത്രയ്ക്കധികം ആൾക്കാർക്ക് ലൈഫിൽ എന്താ പറയുക, ഈ ഈ കഞ്ചാവും MDMA ഒക്കെ വരണേക്കെ മുന്നേ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരാളോട് ചോദിച്ചു നോക്കി, വളരെ കുറവ് പേര് ആൾക്കാരായിരിക്കും ഈ ബാക്കിയുള്ള കഞ്ചാവിലേക്ക് MDMAയിലേക്കൊക്കെ പോയിൻ്റെ. ഇതിൻ്റെ ഒരു ലെഗസി, ഇതിൻ്റെ ഒരു സ്വാദ് പിടിച്ച ആൾക്കാർ ഇതിൽ തന്നെ. അതുകൊണ്ട് തലമുറയുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും ഗഡ്കരിജി നിങ്ങൾ ചെയ്യുന്ന കാര്യമൊന്ന് താങ്ക് യു.